പ്രിയമുള്ളവരെ നമസ്കാരം. മിന്നൽ നിച്ചു എന്നുള്ളൊരു യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ദിലീപ് കുറ്റക്കാരനാണോ അല്ലോ എന്നുള്ള ഒരു കൂട്ടം മീന ബസാറിലെ ജനങ്ങളുടെ അടുത്താണ് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ കണ്ടു. ദിലീപ് ഒരുപാട് സഹിച്ചു. 8 കൊല്ലം ചെയ്യാത്ത തെറ്റ് തന്നിട്ട് അവനെ പിടിച്ചു വെച്ചു. ഇപ്പൊ ഒരു മോചനം കിട്ടില്ലേ, വളരെ സന്തോഷമുണ്ട്. बोलिए। दिलीप के कुछ बोलो, क्या है अच्छा है अच्छा नहीं है? कौन है दिलीप? दिलीप मालूम नहीं? मालूम नहीं। वो मलयालम एक्टर मालूम नहीं? अच्छा मालूम नहीं। ओके. ദിലീപ് കുറ്റക്കാരനെ പ്രോസിക്യൂഷൻ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. കുറ്റക്കാരനല്ല. കുറ്റക്കാരനുമല്ലാണ്, അതുകൊണ്ടാണ് പ്രോസിക്യൂഷൻ തെളിയിക്കാൻ പറ്റാത്തത്. ദിലീപിന്റെ കഴിവ് പ്രകാരം ഓൻ ഇറങ്ങി. അതന്നെ സത്യം പറഞ്ഞു ഉറപ്പല്ല നമുക്ക്. അതിൽ വേറെ മാറ്റി വ്യത്യാസമൊന്നുമില്ലല്ലോ. ദിലീപിനെ പറ്റി പറയുകയാണെങ്കിൽ ദിലീപ് നല്ലൊരു വ്യക്തിയാണ്. പിന്നെ നല്ലൊരു വ്യക്തിയാണ് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ തോന്നുന്നത്. മറ്റുള്ളവരെ വിലയിരുത്തൽ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ദിലീപിനെ പറ്റി എന്താ പറയാനുള്ളൂ? ദിലീപിനെ പറ്റി ഒന്നും പറയാനാ? അല്ല, ദിലീപിനെ പറ്റി ഒന്നും പറയാൻ എന്താ പറയാനുള്ളൂ? എനിക്കൊന്നും പറയാനില്ല ഇപ്പൊ. എന്താ അഭിപ്രായം? ദിലീപ് നല്ലൊരു ആക്ടറാണ്, നല്ലൊരു അഭിപ്രായമാണ്, നല്ല നടനാണ്. കേസിനെ പറ്റി എന്താ എനിക്ക് പറയാനുള്ളത്? കേസ് അട്ടിമറിക്കുണ്ടോ ഇല്ല എന്നൊക്കെ കേസ് അട്ടിമറിക്കണ്ടല്ലോ, 9 വർഷത്തോളായില്ലേ. അത് ശരി. അപ്പൊ ഇന്ത്യന്റെ ഒരു നിയമഭരണത്തിൽ വിശ്വാസം പോയല്ലേ? പോയി ഭയങ്കര അട്ടിമറിയല്ലേ പോലീസ്. ഭൂരിഭാഗം ആൾക്കാരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞു. ഭൂരിഭാഗം ആൾക്കാർ പറയുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് കേസ് അട്ടിമറിഞ്ഞു തന്നെയാണ് എല്ലാവരും പറയുന്നത്. പിന്നെ അറിയുന്നൊരു വിഷയം എന്ന് പറയുമ്പോഴത്തേക്ക് ദിലീപ് കോടതിയിലോട്ട് കയറി വരുമ്പോഴത്തേക്ക് ജഡ്ജി എണീച്ച് നിന്ന് തൊഴുതുനാന്ന് പറയുന്നത്. തൊഴുതാനന്ദ ശ്രീകൃഷ്ണൻ എന്നല്ല പറയുന്നത്, ഒരു ആക്ടർ ദിലീപാണ് വന്നത്. ഒരു പ്രതി അങ്ങനെ തൊഴുതത് വളരെ മോശമായി പോയി എന്ന് ഈ ജുഡീഷ്യൽക്ക് എൻ്റെ നാണക്കേടാന്ന് പറയുന്നത്. ഒരിക്കലും ആ സ്ഥാനത്ത് ആ ജഡ്ജി ഇനി മുന്നോട്ട് അനുവദിക്കരുത് എന്നാണ് ഭൂരിഭാഗം ആൾക്കാർ പറയുന്ന ഒരു അഭിപ്രായങ്ങളാണ്. ഇതിന് സംസാരിക്കാനുള്ള വനിതാ സംഘടന എവിടെ? 40 വട്ടം പറയുന്ന സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ എവിടെ പോയി? എന്ത് പറയാനാ? ഒരു കാര്യങ്ങളും ഈ ദിലീപ് എന്നുള്ള വ്യക്തിക്ക് പേടിച്ചിട്ട് ഒരു ആൾക്കാരും മുമ്പോട്ട് വരുന്നില്ല എന്നാണ് അറിയാൻ പറ്റിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കും. നന്ദി, നമസ്കാരം.